ഇതാ നമ്മൾ വീണ്ടും പോകുന്നത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 12 കോടി രൂപയാണ് ഈ നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ വെച്ചാണ് ഈ നറുക്കെടുപ്പ് നടക്കുക. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകൾ ആണ് ഏജന്റുമാർ വിറ്റഴിച്ചത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 42,87,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എങ്കിൽ ഇത്തവണ അത് 45 ലക്ഷത്തിലേക്ക് ഉയർന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഏറ്റവും വലിയ സമ്മാന തുകകളിൽ ഒന്നാണ് ലഭിക്കാൻ പോകുന്നത് എന്നതുകൂടി എടുത്തു പറയണം. 12 കോടിയുടെ ഒന്നാം സമ്മാനം മാത്രമല്ല, 1 കോടി രൂപ വീതമുള്ള രണ്ടാം സമ്മാനമുണ്ട്, 10 ലക്ഷം രൂപ വീതമുള്ള മൂന്നാം സമ്മാനമുണ്ട്. അങ്ങനെ വലിയ സമ്മാനം ആണ് ഈ ലോട്ടറി വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് ആണ് ചേരുന്നത്. സാരംഗ്, പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഒരു മെഗാ നറുക്കെടുപ്പ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇറക്കിയ ലോട്ടറിയാണ്. ഇത്തവണ ലോട്ടറിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗം കൂടിയാണ്. അതിനപ്പുറത്ത് വലിയ സ്വീകാര്യത കേരള ലോട്ടറിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ലഭിക്കുന്നുണ്ട് പല സർക്കാരുകളുടെ കാലഘട്ടത്തിൽ. ഇപ്പോഴിതാ ഈ നറുക്കെടുപ്പിലേക്ക് കടക്കുമ്പോൾ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അഭിലാഷ്, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യ നറുക്കെടുപ്പാണ്. വിഷു ബമ്പറാണ് ഇപ്പോൾ ഇന്ന് 2 മണിക്ക് നറുക്കെടുപ്പിലേക്ക് കടക്കുന്നത്. ഗോർഖി ഭവനിൽ വെച്ചാണ്, തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിൽ വെച്ച് തന്നെയാണ് ഇത്തവണയും ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്നത്. എന്തായാലും 45 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക കണക്ക് വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ ക്രിസ്മസ് ബമ്പറിന് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ലഭിച്ചത് പാലക്കാട് ജില്ലയിലായിരുന്നു. ഇത്തവണയും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തവണയും ഭാഗ്യം പാലക്കാട് ജില്ലയിലേക്ക് തന്നെ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമുക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭാഗ്യാന്വേഷണം നടത്തുന്ന ആൾക്കാർ ഇതിൻ്റെ ടിക്കറ്റുകൾ, ഒന്നിലധികം ടിക്കറ്റുകൾ വാങ്ങി കയ്യിൽ സൂക്ഷിച്ച ഒരുപാട് പേരുണ്ട്. അവിടെ തന്നെ ഗോർഖി ഭവനിൽ തന്നെ നിരവധി പേർ വരാറുണ്ട്. ഈ ടിക്കറ്റ്, അതായത് തിരഞ്ഞെടുപ്പ്, ഈ ഒരു നറുക്കെടുപ്പിൻ്റെ ഫലം ഉടനടി തന്നെ അറിയാൻ വേണ്ടി പലരും എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും 12 കോടി മാത്രമല്ല, മറ്റ് രണ്ടാം സമ്മാനം അടക്കമുള്ള വലിയ തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ബമ്പർ സമ്മാനങ്ങൾക്ക് മന്ത്രിമാർ, അതായത് ധനമന്ത്രി അടക്കം നേരിട്ട്, ബാലഗോപാൽ അടക്കം കഴിഞ്ഞ തവണ ഓണം ബമ്പറിനെ എത്തിയിരുന്നു ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ. പക്ഷേ ഇത്തവണ അത്തരത്തിൽ മന്ത്രി എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 2 മണിക്കാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുക. അതിൻ്റെ ഭാഗമായി അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. അഭിലാഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിന്റെ ലോട്ടറി അത് ഏറ്റവും ക്രെഡിബിളായ ലോട്ടറിയാണ്. അതുകൊണ്ട് തന്നെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ കൂട്ടമായി സംഘം ചേർന്നുകൊണ്ടൊക്കെ നിരവധി ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ കൂട്ടായ്മ എടുക്കാറുണ്ട്. നമുക്കറിയാം, കുടുംബശ്രീ പ്രവർത്തകർക്ക് ലോട്ടറി അടിച്ച സംഭവമുണ്ട്. അതേസമയം ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്നവരും വ്യാപകമായൊക്കെ ഈ ശബരിമലയിലേക്കൊക്കെ തീർത്ഥാടനത്തിനുമൊക്കെ ആയി എത്തുന്ന ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് വ്യാപകമായി ലോട്ടറി വാങ്ങുന്ന സാഹചര്യമുണ്ട്. ചിലരെങ്കിലുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ലോട്ടറി വാങ്ങിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും കേരള ലോട്ടറിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ 12 കോടിയുടെ ഒന്നാം സമ്മാനം, അത് ആർക്ക് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 1 കോടി രൂപ വീതം 6 പേർക്ക് ലഭിക്കുന്ന രണ്ടാം സമ്മാനമുണ്ട്. 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകളിൽ ലഭിക്കുന്നു. നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകളിൽ. അങ്ങനെ 5000, 2000, 1000, 500, 300 അങ്ങനെയൊക്കെ വലിയ സമ്മാന തുകയാണ് ഈ ടിക്കറ്റിൽ ലഭിക്കാൻ പോകുന്നത്.